നമസ്കാരം. പ്രധാന വാർത്തകൾ. സുനാമി ദുരന്തത്തിന്റെ 16ാം വാർഷികം ശനിയാഴ്ച കടൽക്കലിക്കിരയായ ആറാട്ടുപുഴയിൽ വിവിധ സംഘടനകൾ അനുസ്മരണ ചടങ്ങുകൾ നടത്തും. പ്രത്യാശയുടെ സന്ദേശവുമായി എത്തിയ ക്രിസ്മസിനെ നാട് വരവേറ്റു. എല്ലാ ദുഃഖങ്ങൾക്കും ഇടവേള നൽകി കോവിഡിന്റെ പരിധിയിലും വിശ്വാസികൾ ആഘോഷിച്ചു. കോൺഗ്രസ് നേതാവും മുൻ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന പത്തിയൂർ നാസർ അന്തരിച്ചു. ഖബറടക്കം ശനിയാഴ്ച. കായംകുളം മണ്ഡലത്തിൽ 12 പേർക്ക് കോവിഡ്. കായംകുളം നഗരസഭാ പരിധിയിൽ 4 പേർക്കും ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 3 പേർക്കും രോഗം. വാർത്തകൾ വിശദമായി. കടൽ കലിപൂണ്ട് സംഹാരതാണ്ഡവമാടിയ ദുരന്തമുണ്ടായിട്ട് ശനിയാഴ്ച 16 വർഷമാകുന്നു. ഇന്ത്യയുൾപ്പെടെ 14 രാജ്യങ്ങളെ ശ്മശാന തുല്യമാക്കിയ സുനാമി ഉണ്ടായത് മറ്റൊരു ഡിസംബർ 26-നായിരുന്നു. കരയെ കടപുഴക്കിയ ആ ദിവസം വീണ്ടും മലയാളികളുടെ ഓർമ്മയിലെത്തുന്നത് കോവിഡ് എന്ന മഹാവ്യാധി സംഹാരതാണ്ഡവമാടുന്ന കാലത്താണ്. ദുരന്തം തരിശാക്കിയ ആറാട്ടുപുഴ ഗ്രാമം 16ാം വർഷവും പൂർണ്ണമായി ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ദുരിതം കടലാക്രമണത്തിന്റെ രൂപത്തിൽ ഏതു നിമിഷവും തീരത്തെത്താവുന്ന ദുരവസ്ഥ നിലനിൽക്കുന്നു. കലിപൂണ്ട കടൽ സംഹാരതാണ്ഡവമാടിയ ദുരന്തമുണ്ടായിട്ട് ശനിയാഴ്ച 16 വർഷമാകുന്നു. ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളെ ശ്മശാന തുല്യമാക്കിയ സുനാമി ഉണ്ടായത് മറ്റൊരു ഡിസംബർ 26-നായിരുന്നു. കേരളത്തിൽ 172 പേർ മരണമടയുകയും തീരദേശ ഗ്രാമങ്ങളിലുള്ള 25 ലക്ഷത്തോളം പേർ കെടുതികൾക്ക് ഇരയാവുകയും ചെയ്തു. കടൽ കരയെ കടപുഴക്കിയ ആ ദിവസം വീണ്ടും മലയാളികളുടെ ഓർമ്മയിലേക്ക് എത്തുന്നത് കോവിഡ് എന്ന മഹാവ്യാധി സംഹാരതാണ്ഡവമാടുന്ന കാലത്താണ്. രാക്ഷസത്തിരകൾ ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളെ ശ്മശാന തുല്യമാക്കിയത് 2004 ഡിസംബർ 26-നായിരുന്നു. ക്രിസ്മസ് ദിനത്തിന് പിറ്റേന്ന് രാവിലെ 7:59 ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്ര തീരത്ത് കടലിന് അടിത്തട്ടിലുണ്ടായ വൻ ഭൂകമ്പം രാക്ഷസ തിരമാലകളായി രൂപാന്തരപ്പെടുകയായിരുന്നു. സുനാമി എന്ന വൻ ദുരന്തം ലക്ഷക്കണക്കിന് ആളുകളെയാണ് ലോകമാകമാനം കൊന്നൊടുക്കിയത്. ഈ നൂറ്റാണ്ട് കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ദുരന്തമായ സുനാമി കേരളത്തെയും കണ്ണീർ കടലാക്കി. സുനാമി ഏറ്റവും അധികം നാശം വിതച്ചത് കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിനെയും സുനാമി വെറുതെ വിട്ടില്ല. കേരളത്തിൽ സുനാമിയിൽപ്പെട്ട് മരിച്ച 172 പേരിൽ 142 പേരും കൊല്ലം ജില്ലയിൽപ്പെട്ടവരായിരുന്നു. ഇതിൽ തന്നെ 132 പേരും ആലപ്പാട് നിവാസികളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ും കുഞ്ഞുങ്ങളും 46 സ്ത്രീകളും ഇതിൽ ഉൾപ്പെടും. 2127 പേർക്ക് പരിക്കുപറ്റി. ഇതിൽ 231 കുട്ടികളും 680 പുരുഷന്മാരും 1216 സ്ത്രീകളും ഉൾപ്പെടുന്നു. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിൽ മാത്രം 29 പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. വേളാങ്കണ്ണിയിൽ തീർത്ഥാടനത്തിന് പോയ ചേർത്തല സ്വദേശികളും ദുരന്തത്തിൽപ്പെട്ട് മരണമടഞ്ഞിരുന്നു. ദുരന്തം തരിശാക്കിയ ആറാട്ടുപുഴ ഗ്രാമം ദുരന്തത്തിന്റെ ഈ 16ാം വാർഷികത്തിലും പൂർണ്ണമായും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ദുരിതം കടലാക്രമണത്തിന്റെ രൂപത്തിൽ ഏത് നിമിഷവും തീരത്തെത്താവുന്ന ദുരവസ്ഥ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്നു. മാറി മാറി അധികാരത്തിലെത്തുന്ന സർക്കാരുകൾ തീരത്തോട് കാട്ടുന്നത് അവഗണന മാത്രം. നിരവധി ജീവനുകളും ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ജീവനോപാധികളും നഷ്ടപ്പെട്ട ആറാട്ടുപുഴയെ വീണ്ടെടുക്കാൻ സുനാമി പുനരധിവാസ പദ്ധതികൾ ഏറെ പ്രഖ്യാപിച്ചെങ്കിലും നടപ്പായത് പേരിനു വേണ്ടി മാത്രം ചിലത്. ദുരന്തം ബാക്കിവെച്ച ജീവനും കൊണ്ട് ആറാട്ടുപുഴ ഗ്രാമവാസികൾ ഇന്നും പ്രതിഷേധത്തിന്റെ പാതയിലാണ്. സുനാമി ദുരന്തത്തിന്റെ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് CDN ന്യൂസ്.
ആറാട്ടുപുഴ തറയിൽക്കടവ് വ്യാസസ്മാരക അരയ ജനസഭ AIKDS 158 നേതൃത്വത്തിൽ 16ാമത് സുനാമി അനുസ്മരണ സമ്മേളനവും ഉപവാസയജ്ഞവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തറയിൽക്കടവ് ജംഗ്ഷനിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ആറാട്ടുപുഴ തറയിൽക്കടവ് വ്യാസസ്മാരക അരയ ജനസഭ AIKDS 158 നേതൃത്വത്തിൽ 16ാമത് സുനാമി അനുസ്മരണ സമ്മേളനവും ഉപവാസയജ്ഞവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 28ഓളം ജീവനുകളാണ് നമ്മുടെ ഈ പ്രദേശത്ത് നഷ്ടപ്പെട്ടത്. ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി, അവരെ സ്മരിക്കുന്നതിന് വേണ്ടി ഈ വർഷവും ശ്രീ വ്യാസസ്മാരക അരജനസഭ AIKDS 158 നമ്പറിന്റെ ആഭിമുഖ്യത്തിൽ തറയിൽക്കടവ് ജംഗ്ഷനിൽ ഉപവാസവും അനുസ്മരണവും സംഘടിപ്പിക്കുകയാണ്. തറയിൽക്കടവ് ജംഗ്ഷനിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. സെക്രട്ടറി P. പൊന്നൻ, വൈസ് പ്രസിഡന്റ് വിശ്വൻ, ജോയിന്റ് സെക്രട്ടറി സുനിൽ ലാൽ, അംഗങ്ങൾ എന്നിവർ പരിപാടി വിശദീകരിച്ചു. 14ാമത് സുനാമി വാർഷികത്തിന്റെ ഉപവാസവും നാളെ രാവിലെ 8 മണി മുതൽ 12 മണി വരെ പരിപാടി ഉണ്ടായിരിക്കുന്നു. 28ഓളം ആൾക്കാരാണ്, 10 കുട്ടികളും 18 മുതിർന്നവരും അടക്കം 28 പേരാണ് ആ സുനാമി ദിവസത്തിൽ ഈ ഡിസംബർ 26 നമ്മളോട് യാത്ര തുടങ്ങുന്നത്. ഇന്നും വേദനിക്കുന്ന, അല്ലെങ്കിൽ ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി തന്നെയാണ് എല്ലാവരും അത് ഓർക്കുന്നത്. CDNet ന്യൂസ് ആറാട്ടുപുഴ. CPM ആറാട്ടുപുഴ തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുനാമി അനുസ്മരണ സമ്മേളനം 26-ന് വൈകിട്ട് 5-ന് തറയിൽക്കടവ് ജംഗ്ഷനിൽ നടക്കുമെന്ന് തെക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M. ഉത്തമൻ പറഞ്ഞു. അനുസ്മരണ സമ്മേളനം ആലപ്പുഴ MP AM ആരിഫ് ഉദ്ഘാടനം ചെയ്യും. CPIM ആറാട്ടുപുഴ തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുനാമി അനുസ്മരണ സമ്മേളനം ഡിസംബർ 26-ന് വൈകിട്ട് 5-ന് തറയിൽക്കടവ് ജംഗ്ഷനിൽ നടക്കുമെന്ന് തെക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M. ഉത്തമൻ പറഞ്ഞു. 2004 സുനാമി നടന്നതിന് തൊട്ട് DYFIയും പാർട്ടിയുമായിട്ട് ഈ അനുസ്മരണ സമ്മേളനം തറയിൽക്കടവ് ജംഗ്ഷനിൽ വെച്ച് സ്ഥിരമായി നടത്തുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 2020 ഈ അനുസ്മരണം നടക്കുന്നത്. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആലപ്പുഴ MP AM ആരിഫാണ്. ഒരു മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടക്കുന്നത് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം N. സജീവനാണ്. അനുസ്മരണ സമ്മേളനം ആലപ്പുഴ MP AM ആരിഫ് ഉദ്ഘാടനം ചെയ്യും. ഏരിയ കമ്മിറ്റി അംഗം G. ബിജുകുമാർ അധ്യക്ഷത വഹിക്കും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M. ഉത്തമൻ സ്വാഗതം രേഖപ്പെടുത്തും. ജില്ലാ കമ്മിറ്റി അംഗം N. സജീവൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഏരിയ സെക്രട്ടറി V. K. സഹദേവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ P. V. സന്തോഷ്, K. ശ്രീകൃഷ്ണൻ, J. സുജിത്ത്, P. A. അഖിൽ, രശ്മി രഞ്ജിത്ത്, വിജയാംബിക, അമ്പിളി, M. മുത്തുക്കുട്ടൻ, J. രഞ്ജിത്ത്, ബിനീഷ് ദേവ്, S. സന്ദീപ്, ആര്യ സിനിലാൽ, ഷൈനസ് ഷാജി എന്നിവർ സംസാരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CDNet ന്യൂസ് ആറാട്ടുപുഴ. സുനാമി ദുരന്തത്തിന് ദൃക്സാക്ഷിയും ആർത്തലച്ചു വന്ന രാക്ഷസ തിരമാലകളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടയാളുമായ വ്യക്തിയുമായ ആറാട്ടുപുഴ തറയിൽക്കടവ് തെക്കടത്ത് രജിമോൻ അന്നത്തെ കലികൊണ്ട കടലിന്റെ സംഹാരഭാവം ഓർത്തെടുക്കുന്നത് നടുക്കത്തോടെയാണ്. 8ാം വാർഡിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി കൂടിയാണ് രജിമോൻ. 2004 ഡിസംബർ 26-ന്റെ നടുക്കുന്ന സുനാമി ദുരന്തത്തിന് ദൃക്സാക്ഷിയാകാനും ആർത്തലച്ചു വന്ന രാക്ഷസ തിരമാലകളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വ്യക്തിയും നിലവിലെ 8ാം വാർഡിൽ നിന്നും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുമായ ആറാട്ടുപുഴ തറയിൽക്കടവ് തെക്കടത്ത് രജിമോൻ അന്നത്തെ കലികൊണ്ട കടലിന്റെ സംഹാരഭാവം ഓർത്തെടുക്കുന്നത് വിറയാർന്ന ശബ്ദത്തിലും ദുഃഖം കനിഭവിച്ച മുഖഭാവത്തിലുമാണ്. ഇപ്പോൾ 2004-ലുണ്ടായ സുനാമി ദുരന്തം എനിക്ക് ഇന്നലെ പോലെ ഓർമ്മകൾ എത്തുകയാണ്. ഈ സുനാമി ദുരന്തത്തിൽ അകപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അംഗവൈകല്യമുള്ള ആളാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത് തെങ്ങിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. ഞാൻ ആ തെങ്ങിൽ നിന്നും താഴെ ഇറങ്ങിയ ശേഷം എനിക്ക് കണ്ട കാഴ്ച വളരെ ഭയാനകമായ കാഴ്ചയാണ് ഞാൻ കണ്ടത്. തേങ്ങിക്കരയുന്ന അമ്മമാരെയും കരയുന്ന എൻ്റെ കൂട്ടുകാരും എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം തേങ്ങുകയായിരുന്നു. കണ്ട് എന്ത് ചെയ്യണമെന്ന് പകച്ചു നിൽക്കുകയായിരുന്നു. കാല് വയ്യ എങ്കിലും ഞാൻ എൻ്റേതായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു. ഇപ്പോൾ ഏകദേശം 16 വർഷം കഴിയാറായി. 2004 ഡിസംബർ 26-ന്റെ പകൽ എന്നത്തെയും പോലെ തന്നെയായിരുന്നു. എന്നാൽ 11 മണി കഴിഞ്ഞതോടുകൂടി തറയിൽക്കടവ്, വലിയഴിക്കൽ, പെരുമ്പള്ളി എന്നിവിടങ്ങളിൽ കടൽ അതിവേഗം പിന്നിലേക്ക് വലിഞ്ഞു മാറുന്നത് നാട്ടുകാർ പറഞ്ഞറിഞ്ഞാണ് താൻ കടൽ തീരത്തേക്ക് വന്നതെന്ന് രജിമോൻ ഓർത്തെടുക്കുന്നു. ഏകദേശം 500 മീറ്ററോളം ദൂരം കടൽ പിന്നിലേക്ക് ഉൾവലിഞ്ഞു. ഇത് കാണുന്നതിന് ധാരാളം നാട്ടുകാർ കടൽ തീരത്തെത്തിയിരുന്നു. മത്സ്യങ്ങൾ പിടിക്കുന്നത് വാരിയെടുക്കുവാൻ നാട്ടുകാർക്കൊപ്പം താനും ചേർന്നു. പെട്ടെന്നാണ് പിന്നിലേക്ക് വലിഞ്ഞ കടൽ കൂറ്റൻ തിരമാലയായി മാറിയതും വലിയ ഉയരത്തിൽ വേഗതയിൽ തീരത്തേക്ക് ആഞ്ഞടിച്ചതും.
അപ്രതീക്ഷിതമായി എത്തിയ കൂറ്റൻ തിരമാലയിൽപ്പെട്ട് തീരത്തേക്ക് ഒഴുകി നീങ്ങിയ തനിക്ക് കിഴക്ക് ഭാഗത്തുള്ള വലിയ ഉയരമുള്ള തെങ്ങിൽ പിടുത്തം കിട്ടുകയും അള്ളിപ്പിടിച്ചിരിക്കുകയുമായിരുന്നെന്ന് രജിമോൻ പറയുന്നു. പടിഞ്ഞാറോട്ട് തിരകൾ അകന്നു പോയി കഴിഞ്ഞപ്പോൾ പുറകോട്ട് പോയപ്പോൾ ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടെ ഞാൻ പടിഞ്ഞാറോട്ട് പോയി. തിര ഉള്ളിലോട്ട് വലിഞ്ഞു നിൽക്കുകയാണ്. 500-600 മീറ്ററോളം ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പണ്ട് 77-ലിട്ട സീവാളുണ്ട്. സീവാളിൻ്റെ ഇപ്പുറത്ത് മാറി ഇച്ചിരി വെള്ളം കിടപ്പുണ്ട്. ബാക്കി ദൂരെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ധാരണ കടൽ അങ്ങോട്ട് പോവുകയാണ്, കരവെച്ച് പോവുകയാണ്. ഞങ്ങൾക്കിതിനെപ്പറ്റി അറിവില്ല. ഞങ്ങൾ അവിടെ നിന്ന് മീനുകളൊക്കെ പെറുക്കിയെടുത്തു. 11 മണിയായി കാണും. ഈ തിരമാല ഇങ്ങനെ അടിച്ച് കയറുകയാണ്. കാല് നേരെയായവർക്ക് പോലും എൻ്റെ കൂടെ മുമ്പിൽ നിന്ന് ഒഴുകിപ്പോവുകയാണ്. ഞാൻ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഒരു തെങ്ങിൽ കയറി പിടിച്ച് ഞാൻ മേളിൽ കയറുകയാണ്. അതെനിക്ക് ഇപ്പോഴും ഓർക്കാൻ, അതായത് ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. പക്ഷേ അത് ഞാനിപ്പോൾ മത്സരിക്കാൻ നിന്നപ്പോൾ ജനങ്ങൾ എന്നെ അംഗീകരിച്ചു. വെള്ളം 10 മിനിറ്റോളം ഒരേ ഉയരത്തിൽ നിന്നു. ഒരു കാൽപാദം അപകടത്തിൽ നഷ്ടമായ രജിമോൻ തെങ്ങിൽ നിന്നും പലതവണ താഴേക്ക് വീഴാനിടയായെങ്കിലും പിടിവിടാതെ കിടന്നതിനാൽ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് ഈ 16 വർഷങ്ങൾക്ക് ശേഷവും ഭയം കലർന്ന ഭാവത്തിൽ അദ്ദേഹം പറഞ്ഞു. ചുറ്റിലും നാട്ടുകാരുടെ നിലവിളികളും അലമുറകളും മാത്രമാണ് പിന്നീട് തനിക്ക് കാണാൻ സാധിച്ചത്. ഉറ്റവരെ നഷ്ടമായവരുടെ തേങ്ങലുകൾ ഇന്നും കാതുകളിൽ മുഴങ്ങുന്നതായി രജിമോൻ വിങ്ങുന്ന മനസ്സോട് പറയുന്നു. തുടർന്ന് നാട്ടുകാർക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി. പരിക്കേറ്റവരെയും മരണപ്പെട്ടവരെയും ആംബുലൻസുകളിൽ കയറ്റിവിട്ട രംഗങ്ങൾ മനസ്സിൽ നിന്നും ഒരിക്കലും മായില്ലെന്ന് രജിമോൻ വ്യക്തമാക്കുന്നു. 28 പേരാണ് തറയിൽക്കടവ് ഭാഗത്ത് മരണപ്പെട്ടത്. എല്ലാ സുനാമി അനുസ്മരണ ദിനവും വേദനയാണ് സമ്മാനിക്കുന്നതെന്ന് ഈ ചെറുപ്പക്കാരൻ പറയുന്നു. അംഗവൈകല്യമുള്ളതിനാൽ തറയിൽക്കടവ് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രജിമോൻ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8ാം വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും 56 വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്ത രജിമോൻ സുനാമി ദുരന്തത്തിന്റെ നേർക്കാഴ്ചകളിൽ ഇന്നും വേദനയോടെയാണ് കഴിയുന്നത്. CDNet ന്യൂസ്, ആറാട്ടുപുഴ. കായംകുളം സെന്റ് ബേസിൽ മലങ്കര പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. ശുശ്രൂഷകൾക്കും ചടങ്ങുകൾക്കും വികാരി ഫാദർ ലൂക്കോസ് കണ്ണിമേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കായംകുളം സെന്റ് ബേസിൽ മലങ്കര പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. ശുശ്രൂഷകൾക്കും ചടങ്ങുകൾക്കും വികാരി ഫാദർ ലൂക്കോസ് കണ്ണിമേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീയിലൊഴിച്ച ശുശ്രൂഷയും മെഴുകുതിരി പ്രദർശനവും വിശുദ്ധ കുർബാന എന്നിവയും നടന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. കാർത്തികപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ കപ്പലണ്ടി ചലഞ്ച് എന്ന പരിപാടി വേറിട്ടതായി. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ പത്തിശ്ശേരിയിലുള്ള നിർധന ഗ്രഹനാഥനായ ഹൃദ്രോഗിയായ സലീം കോയെയും തൊഴിലെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയെയും സഹായിക്കാനും മക്കളുടെ പഠനത്തിന് തുക കണ്ടെത്താനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാർത്തികപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ കപ്പലണ്ടി ചലഞ്ച് എന്ന പരിപാടി വേറിട്ടതായി മാറി. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ പത്തിശ്ശേരിയിലുള്ള നിർധന ഗ്രഹനാഥനായ ഹൃദ്രോഗിയായ സലീം കോയെയും തൊഴിലെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയെയും സഹായിക്കാനും മക്കളുടെ പഠനത്തിന് തുക കണ്ടെത്താനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്രിസ്മസ് ദിനത്തിൽ ഉച്ചയ്ക്ക് തൃക്കുന്നപ്പുഴ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ മുന്നിൽ നിന്നും വറുത്ത കപ്പലണ്ടിയുമായി കരുതൽ ഉച്ചയൂണ് സംഘം കാരുണ്യയാത്രയുടെ പര്യടനം ആരംഭിച്ചു. കാർത്തികപ്പള്ളി, നങ്ങ്യാർകുളങ്ങര എന്നിവിടങ്ങൾ വഴി മുട്ടത്തെത്തുകയും തുടർന്ന് ഏവൂർ ക്ഷേത്രത്തിനടുത്തെത്തുകയും ചെയ്തു. 100 കിലോ കപ്പലണ്ടിയാണ് കരുതിയിരുന്നത്. നാട്ടുകാർ വളരെ ആവേശത്തോടെയാണ് കാരുണ്യയാത്രയെ വരവേറ്റത്. പൊതുകളാക്കിയ കപ്പലണ്ടി വാങ്ങാൻ പലയിടത്തും നല്ല തിരക്കുണ്ടായി. ഇഷ്ടമുള്ള വില നൽകാം എന്നതുകൊണ്ട് പലരും പല തുകയാണ് സംഭാവന എന്ന രൂപത്തിൽ നൽകിയത്. 1000 വരെ നൽകിയവരും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നല്ലൊരു തുക സമാഹരിക്കുവാൻ കഴിഞ്ഞുവെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ പ്രവർത്തകർ പറയുന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാരികളും കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ പ്രവർത്തകർ രാവിലെ 12 മണിക്ക് തൃക്കുന്നപ്പുഴ അമ്പലത്തിൽ നിന്നും ആരംഭിച്ച ഒരു കാരുണ്യ യാത്രയാണ്. ഈ കാരുണ്യ യാത്ര ഇങ്ങനെ നടത്തുവാനുള്ള കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ പ്രചോദനം ഞങ്ങൾ പല രോഗികളെയും ദുഃഖിതരെയൊക്കെ ഇങ്ങനെ വീടുകളിൽ പോയി കാണാറുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ ആറാട്ടുപുഴ
പത്തുശ്ശേരി അമ്പലത്തിനടുത്തൊരു വീട്ടിൽ പോയി. അനുഷ എന്ന് പറഞ്ഞ എൻ്റെ കരുതലിൻ്റെ ഉച്ചയുടെ കൂട്ടായ്മയുടെ പ്രവർത്തകയാണ് കൊണ്ട് കാണിച്ചത്. ഞാനും അനീഷും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തകർന്ന വീട്, തേച്ചിട്ടില്ല, തറയില്ല, അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ പോയി കണ്ടതും. ആ വീടൊക്കെ വൃത്തിയാക്കാൻ സാധിച്ചു. +1-നും 10ാം ക്ലാസ്സിനും പഠിക്കുന്ന 2 കുട്ടികളുടെ വിദ്യാഭ്യാസം ബിഫാമിന് പോകണമെന്നാണ് മോളുടെ ആഗ്രഹം. അത് നടത്തുവാനുള്ള ഒരു ക്രമീകരണത്തിന് വേണ്ടിയാണ് തൃക്കുന്നപ്പുഴയിൽ നിന്നും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് കപ്പലണ്ടി കച്ചവടം. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ശ്രീജിത്ത് പത്തിയൂർ, അനീഷ്, സന്തോഷ്, മിനി ശ്രീജേഷ്, സുഭാഷ് പിള്ളക്കടവ്, എ ശോഭ, ബബിത ജയൻ, ദീപക് കിരുവ എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം. മഴയത്ത് വെള്ളം കയറാതെ കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്ത കായംകുളം സ്വദേശിനിയായ വയോധിക ലക്ഷ്മിയമ്മയ്ക്ക് വീടൊരുങ്ങി. നാഷണൽ കൗൺസിൽ ഓഫ് കേരള ഹിന്ദു ഹെറിറ്റേജാണ് ലക്ഷ്മിയമ്മയ്ക്ക് വീടൊരുക്കിയത്. വാർഡ് കൗൺസിലറായിരുന്ന പാലമുറ്റത്ത് വിജയകുമാറാണ് കഴിഞ്ഞ മഴക്കാലത്ത് ലക്ഷ്മിയമ്മയുടെ കഷ്ടപ്പാട് പുറത്തെത്തിച്ചത്. 1 ലക്ഷം രൂപ ചിലവാക്കിയാണ് വീടൊരുക്കിയത്. ശനിയാഴ്ച രാവിലെ 8:30 ഓൺലൈനിൽ മാധ്യമപ്രവർത്തകൻ R. ശ്രീകണ്ഠൻ നായരും കായംകുളം SHO V. മുഹമ്മദ് ഷാഫിയും ചേർന്ന് താക്കോൽദാനം നിർവഹിക്കും. പാലമുറ്റത്ത് വിജയകുമാർ അധ്യക്ഷത വഹിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CD നെറ്റ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ഐ ലെൻസ്. പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സുജ എബ്രഹാമിന്റെ സേവനം എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ സമയം ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനവും ലഭ്യമാണ്. കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനാവശ്യമായ കണ്ണടകൾ, രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ബ്രൈറ്റ് ലൈറ്റിൽ നിന്നും രക്ഷ നേടാനുള്ള പവറോടുകൂടിയ നൈറ്റ് ഡ്രൈവ് എക്സലൻസുകളും ലഭ്യമാണ്. കേരളത്തിലെല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. കുറ്റിയിൽ നഴ്സറി, നാഷണൽ ഹൈവേ, ഇടശ്ശേരി ജംഗ്ഷൻ, കായംകുളം. ലാൻഡ്സ്കേപ്പ് മെറ്റീരിയലുകൾ, ചെടികൾ, ഓർക്കിഡുകൾ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റുകൾ, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, ചെടിച്ചട്ടികൾ, കൃഷി സംബന്ധമായ സാധനങ്ങൾ, ഗാർഡൻ ഫ്ലവറുകൾ, ജൈവവളങ്ങൾ, കുമ്മായം, നീറ്റുകക്ക, ചകിരിച്ചോർ മിതമായ നിരക്കിൽ ഓർഡർ അനുസരിച്ച് ഹോൾസെയിലായും റീറ്റെയിലായും വിപണനം നടത്തുന്നതാണ്. ആദായ വിലയുടെ അവസാന വാക്ക് ഒലിവ് ഫർണിച്ചർ. ഇവിടെ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് അവരവരുടെ വീട്ടിൽ, ഇതിലും വിലക്കുറവിൽ മറ്റെങ്ങും കിട്ടില്ല. ഒലീവിലേക്ക് വരൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കൂ. ഒലീവ് ഫർണിച്ചർ, സത്രത്തിൽ ബിൽഡിംഗ്, KP റോഡ്, മൂന്നാംകുറ്റി, കായംകുളം. നമ്മുടെ സ്വന്തം ഡിജിറ്റൽ പാർട്ണറായ രവീസിൽ ഗാഡ്ജറ്റ്സുകൾക്കും ആക്സസറീസുകൾക്കും 50% വരെ വിലക്കുറവ്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും വാങ്ങുമ്പോൾ ഉറപ്പായ സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ടും. ഒപ്പം നറുക്കെടുപ്പിലൂടെ ഹോണ്ട ആക്ടീവ ബമ്പർ സമ്മാനം. എല്ലാ ദിവസവും ഫിനാൻസ് ആൻഡ് എക്സ്ചേഞ്ച് മേള. തവണ വ്യവസ്ഥയിൽ ഫോണുകൾ സ്വന്തമാക്കാം. ഒറിജിനൽ ആക്സസറീസുകളുടെ ഏറ്റവും വലിയ ശേഖരം, അതും 50% വരെ വിലക്കുറവും. ഓപ്പൺ സർവീസ് സെന്റർ രവീസിന്റെ മാത്രം പ്രത്യേകത. ഫോണിന്റെ പൊട്ടിയ കോംബോ ഡിസ്പ്ലേകൾ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ടച്ച് ഗ്ലാസ് മാറ്റി നൽകുന്നു. കുമാർ പെയിന്റ്സ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉപഭോക്താക്കളുടെയും കായംകുളത്തിന്റെയും മനസ്സ് കവർന്നുകൊണ്ട് 1 വർഷം അഭിമാനത്തോടെ പൂർത്തിയാക്കുന്നു. കുമാർ പെയിന്റ്സിൽ ലോകോത്തര നിലവാരമുള്ള എല്ലാ പെയിന്റ്സും ലഭ്യമാണ്. കൂടാതെ കമ്പ്യൂട്ടറൈസ്ഡ് ഇമ്പോർട്ടഡ് മെഷീൻസ് കുമാർ പെയിന്റ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. നമുക്ക് പോയാലോ? പോയേക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങളാകാൻ ഞങ്ങൾക്ക് കഴിയും. കുമാർ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ, KPSC ജംഗ്ഷൻ, കല്ലുമൂട്, കായംകുളം. ജെമിനി ട്രേഡേഴ്സ് ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് മിതമായ വിലയും മറ്റാരും നൽകാത്ത ഓഫറുകളും, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫറുകൾ, ഉറപ്പായ സമ്മാനങ്ങൾ, മികച്ച കസ്റ്റമർ സർവീസ്, വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഒന്നാമത്. ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് 30 മുതൽ 70% വരെ വിലക്കുറവ്. വിൽപ്പനയും വിൽപ്പനാനന്തര സേവനത്തിലും 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്തത. ജെമിനി ട്രേഡേഴ്സ്, KP റോഡ്, കായംകുളം. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആഘോഷിക്കാം നമുക്ക് പട്ടുറുമാലിനൊപ്പം. പട്ടുറുമാൽ വെഡിംഗ് കളക്ഷൻ, മെയിൻ റോഡ്, കായംകുളം.
നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം. സ്വപ്ന സിൽക്സ്, ലിങ്ക് റോഡ്, കായംകുളം. വാർത്തകൾ തുടരുന്നു. നിർധന കുടുംബത്തിന് സ്വന്തമായി ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് നൽകിയിരിക്കുകയാണ് BJP OBC മോർച്ച കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി. കായംകുളം നഗരസഭയിലെ 41-ാം വാർഡിലെ പുളിമുക്ക് പുത്തേത്തുപടിയിട്ടതിൽ രാധയുടെ കുടുംബത്തിനാണ് ഭവനം നിർമ്മിച്ച് നൽകിയത്. നിർധന കുടുംബത്തിന് സ്വന്തമായി ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് നൽകിയിരിക്കുകയാണ് BJP OBC മോർച്ച കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി. കായംകുളം നഗരസഭയിലെ 41-ാം വാർഡിലെ പുളിമുക്ക് പുത്തേത്തുപടിയിട്ടതിൽ രാധയുടെ കുടുംബത്തിനാണ് ഭവനം നിർമ്മിച്ച് നൽകിയത്. സമൂഹത്തിന് മാതൃകയാകുന്ന ഈ പ്രവർത്തനത്തിന് നല്ല മനസ്സുള്ള നിരവധി പേർ പങ്കാളികളായെന്ന് ഭവന നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച നിർമ്മാണ കമ്മിറ്റി വൈസ് ചെയർമാൻ പുളിയറ വേണുഗോപാലും ജനറൽ കൺവീനറുമായ R രതീഷും പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി OBC മോർച്ചയുടെ നേതൃത്വത്തിൽ പുളിമുക്ക് 41-ാം വാർഡിൽ പുത്തേത്തുപടിയിട്ടതിൽ ശ്രീമതി രാധയ്ക്കും കുടുംബാംഗം ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ സാധിച്ചത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൽ വളരെ വലിയ ഒരു നാഴികക്കല്ലാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലത്ത് OBC മോർച്ചയുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ കായംകുളത്ത് ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത് വളരെ ചാരിതാർത്ഥ്യകരമായ സംഭവമാണ്. കോവിഡ് കാലത്ത് നിരവധി കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കായംകുളത്ത് ആദ്യമായിട്ട് 6 കുടുംബങ്ങൾക്ക് TV നൽകുവാൻ OBC മോർച്ചയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സർക്കസ് കലാകാരന്മാർക്ക് ഓണക്കാലത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ സദ്യ അവിടെ കൊണ്ട് ആ പന്തലിൽ കൊണ്ട് വിളമ്പാൻ സാധിച്ചു. ഡിസംബർ 26 വൈകിട്ട് 5 മണിക്ക് ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ നിർവഹിക്കും. BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് K സോമൻ, ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് K പ്രദീപ് എന്നിവർ സംസാരിക്കും. ഭവന നിർമ്മാണ കമ്മിറ്റി രക്ഷാധികാരി N ശിവാനന്ദൻ, ചെയർമാൻ പാലമുറ്റത്ത് വിജയകുമാർ, വൈസ് ചെയർമാൻ പുളിയറ വേണുഗോപാൽ, ജനറൽ കൺവീനർ R രതീഷ് എന്നിവർ നേതൃത്വം നൽകും. വീടിൻ്റെ താക്കോൽ ദാനമാണ് നാളെ വൈകിട്ട് 5 മണിക്ക് ബഹുമാന്യനായ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജേട്ടനാണ് നാളെ വൈകിട്ട് ഈ താക്കോൽ ദാന കർമ്മം നിർവഹിക്കുന്നത്. ഈ വീടിൻ്റെ അവസ്ഥ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മളിവിടെ വന്ന് കണ്ട് എൻ്റെ അടിസ്ഥാനത്തിൽ 8 ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടാണ് നമ്മൾ ഈ വീട് പണി പൂർത്തീകരിച്ചത്. ഇതിനുവേണ്ടി നമ്മളെ സഹായിച്ച നിരവധി ആൾക്കാരുണ്ട്, നമ്മുടെ നിരവധി പ്രവർത്തകന്മാരുണ്ട്. ഈ ചെറിയ വഴിയിൽ കൂടെ ഈ കട്ടയും ചരലും ഒക്കെ ചുമന്ന് മഴയത്ത് പോലും ഇവിടെ കൊണ്ട് എത്തിക്കുകയും അതിനുവേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ പ്രവർത്തകർ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടു വീട് പണിയുന്നതിന് വേണ്ടി. CDNet ന്യൂസ് കായംകുളം. കോൺഗ്രസ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന പത്തിയൂർ നാസർ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. DCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്ന നാസർ 2 ടേമിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. കഴിഞ്ഞ ടേമിൽ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന അദ്ദേഹം 13-ാം വാർഡിനെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. പത്തിയൂർ ഫാർമേഴ്സ് ബാങ്ക് മുൻ ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്നു. ഖബറടക്കം ശനിയാഴ്ച കായംകുളം പുത്തൻതെരുവ് ജുമാ മസ്ജിദിൽ നടക്കും. കവയിത്രിയും മാനവിക പാരിസ്ഥിതിക മനുഷ്യാവകാശ പോരാളിയുമായിരുന്ന സുഗതകുമാരിയെ കായംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകനായ B ദിലീപൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കവയിത്രിയും മാനവിക പാരിസ്ഥിതിക മനുഷ്യാവകാശ പോരാളിയുമായിരുന്ന സുഗതകുമാരിയെ കായംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. ലൈബ്രറി ഹാളിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകനായ B ദിലീപൻ ഉദ്ഘാടനം ചെയ്തു. റീഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് O ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ചേരാവള്ളി സർഗവേദി സെക്രട്ടറി ഉദയകുമാർ ചേരാവള്ളി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഡൽഹി ജാമിയ മില്ലിയ സർവകലാശാല വിദ്യാർത്ഥിനി ആദില പുളിമുക്ക് സുഗതകുമാരിയുടെ കവിത ആലപിച്ചു. ലൈബ്രറിയൻ ലിഖിത, സിവിൽ സർവീസ് കോഴ്സ് വിദ്യാർത്ഥികളായ അഹമ്മദ് റിസ്വാൻ, സജാസ് പെരിങ്ങാന, ജയചന്ദ്രൻ മുരുക്കുമൂട്, മുബാറക് ബേക്കർ, NR അജയകുമാർ, നിസാമുദ്ദീൻ, A സലീം, സഹ്വാൻ പടനിലം തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണനെ തേടുന്ന മീരാഭായിയാണ് പ്രധാന കഥാപാത്രം. ആദ്യകാല കഥകളിലെല്ലാം വെറൊരു ഭക്തകവിയാണെന്ന് ബാഹ്യമായി വായിക്കുന്ന, പുറമേ വായിക്കുന്ന ഒരു സാധാരണ വായനക്കാരൻ തോന്നുമെങ്കിലും ഒരു ലേശം ആലോചിക്കുമ്പോൾ ആ രാധയും ശ്രീകൃഷ്ണനും വ്യത്യസ്തമായ ഇമേജുകളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. സത്യത്തെ തേടുന്ന, യാഥാർത്ഥ്യത്തിന് പിന്നാലെ പായുന്ന ആരാധികയാണ് നമ്മളെല്ലാം രാധന്മാരാണ് അർത്ഥത്തിൽ. കൃഷ്ണൻ എന്ന് പറയുന്നത് അവിടെ ഒരു സിമ്പലാണ്. ഇങ്ങനെ ആന്തരിക തലത്തിൽ വെറും പ്രണയകവിതയല്ല അതൊന്നും, ആന്തരിക തലത്തിൽ അതിന് വ്യത്യസ്തങ്ങളായ അർത്ഥഭാവങ്ങളുണ്ടെന്നും നിരൂപകരവും മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ്. ആദ്യത്തെ 3-4 കഥകളിൽ ഇത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ രാധയുടെ ശ്രീകൃഷ്ണ കവിതകൾ. CDNet ന്യൂസ് കായംകുളം. പ്രധാനമന്ത്രി കിസാൻ പദ്ധതി പ്രകാരമുള്ള പുതിയ ഗഡു വിതരണം 9 കോടി കർഷക കുടുംബങ്ങളിലേക്ക് നേരിട്ടെത്തുന്നതിന്റെ ഭാഗമായി BJP കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേവികുളങ്ങര പഞ്ചായത്തിൽ കർഷക സംഗമവും അടൽ ബിഹാരി വാജ്പേയി അനുസ്മരണവും നടത്തി. BJP സംസ്ഥാന സമിതി അംഗം C മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു.
പ്രധാനമന്ത്രി കിസാൻ പദ്ധതി പ്രകാരം 18,000 കോടി രൂപയുടെ പുതിയ ഗഡു വിതരണം 9 കോടി കർഷക കുടുംബങ്ങളിലേക്ക് നേരിട്ടെത്തുന്നതിന്റെ ഭാഗമായി ബി.ജെ.പി. കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേവികുളങ്ങര പഞ്ചായത്തിലെ പുത്തൻവീട്ടിൽ ജംഗ്ഷനിൽ കർഷക സംഗമവും അടൽ ബിഹാരി വാജ്പേയി അനുസ്മരണവും നടത്തി. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം സി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു. പാലമുറ്റത്ത് വിജയകുമാർ, മഠത്തിൽ ബിജു, ജെ മുരളീധരൻ, പി കെ സജി, ശ്രീകല, ഓമന അനിൽ, മഞ്ജു, മധു, മാരുതി ഗോപാലകൃഷ്ണൻ, ഹരിഗോവിന്ദ്, പ്രതീഷ്, കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കരാർ കൃഷിക്കെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്തതെന്നാ പറയുന്നത്. ഈ കേരളത്തിൽ ചെറുതും വലുതുമായി കരാർ കൃഷിയുടെ ഒരു വലിയ ഭണ്ഡാകാരമായി കേരളം മാറിയിരിക്കുകയാണ്. യഥാർത്ഥ കർഷകരെ സൈഡാക്കിക്കൊണ്ട് ഇവിടുത്തെ കരാർ കൃഷി സമ്പ്രദായം സർക്കാർ തന്നെ നേരിട്ട് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറും. അത്തരമൊരു സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പിണറായി വിജയൻ ഈ നിയമത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്നു. ഈ നിയമം യഥാർത്ഥത്തിൽ രാജ്യത്തെ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട കർഷക സംഘടനകളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ആരൊക്കെയാ സമരം ചെയ്യുന്ന ആൾക്കാർ? പഞ്ചാബിൽ നിന്നുള്ള കർഷകർ, നേരത്തെ ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായിരുന്ന അകാലിദളുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ, ഹരിയാനയിൽ നിന്നുള്ള ചില കർഷക നേതാക്കന്മാർ, അത്രയും നേതാക്കന്മാർക്ക് അപ്പുറത്തേക്ക് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട കാർഷിക മേഖലകളിലെ പല നേതാക്കന്മാരും ഈ സമരവുമായി ഒരു തരത്തിലും സഹകരിക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. ഭാവി താരങ്ങൾക്ക് നീന്തി തുടിക്കാൻ ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ തഴക്കര വേണാട് ജംഗ്ഷന് സമീപം ഒരേക്കർ സ്ഥലത്തായി രാജ്യാന്തര നിലവാരമുള്ള നീന്തൽക്കുളം ഒരുങ്ങി. ആധുനിക സൗകര്യങ്ങളുള്ള നീന്തൽക്കുളത്തിന്റെ സമർപ്പണം ശനിയാഴ്ച 4-ന് ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവ്യർ നിർവഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് എം.പി. സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഭാവി താരങ്ങൾക്ക് നീന്തി തുടിക്കാൻ രാജ്യാന്തര നിലവാരമുള്ള നീന്തൽക്കുളം ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ തഴക്കര വേണാട് ജംഗ്ഷന് സമീപം ഒരേക്കർ സ്ഥലത്തായി ഒരുങ്ങുന്നു. 25 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുള്ള കുളത്തിന് 1 മുതൽ 22 മീറ്റർ വരെ ആഴമുണ്ട്. കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ നീന്തൽ അഭ്യസിക്കാനും നീന്താനുമുള്ള ക്രമീകരണം ഉണ്ട്. കുളത്തിന് അനുബന്ധമായി ഫുട്ബോൾ മൈതാനം, കഫറ്റേറിയ, പാർക്കിംഗ് സൗകര്യം, ശുചിമുറി എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്ന് അക്കാഡമിക് ഡയറക്ടർ സന്തോഷ് ജോസഫ് കൊച്ചുപറമ്പിൽ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ആർ രാജീവ്, എസ് പ്രഹ്ലാദൻ, ആർ രതീഷ് എന്നിവർ അറിയിച്ചു. ആധുനിക സൗകര്യങ്ങളുള്ള നീന്തൽക്കുളത്തിന്റെ സമർപ്പണം ശനിയാഴ്ച 4-ന് ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവ്യർ നിർവഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് എം.പി. സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആർ രാജേഷ് എം.എൽ.എ. അധ്യക്ഷത വഹിക്കും. പരിശീലന ക്യാമ്പ് നീന്തൽ താരം GP സേനകുമാർ ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ഗാർഡ്, മുഴുവൻ ലൈഫ് ഗാർഡ് കാണും. വാഹനം പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും, അതുപോലെ വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യവും, ബാത്ത് ചെയ്തതിന് ശേഷം നീന്തുന്നതിനുള്ള സൗകര്യവും, നീന്തൽ കഴിഞ്ഞതിന് ശേഷം ബാത്ത് ചെയ്യാനുള്ള സൗകര്യവും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഫുട്ബോൾ പരിശീലിക്കാനുള്ള ഒരു അവസരവും നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ, ഇതിനോടനുബന്ധമായി നമ്മളൊരു ഫുട്ബോൾ കോർട്ടും നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അതൊരു ഗ്രാസ് കോർട്ടായിട്ട് നിർമ്മിക്കുന്നതിനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ, പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെ അഭിമാനമായ, കേരളത്തിൻ്റെ അഭിമാനമായ, ഇന്ത്യയുടെ അഭിമാനമായ സെബാസ്റ്റ്യൻ സേവ്യറാണ് ഈ സ്വിമ്മിംഗ് പൂള് നാടിന് സമർപ്പിക്കുന്നത്. മാവേലിക്കര. ആലപ്പുഴ ജില്ലയിൽ 357 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 339 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 18 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 224 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 50,882 പേർ രോഗമുക്തരായി. 4,546 പേർ ചികിത്സയിലുണ്ട്. കായംകുളം മണ്ഡലത്തിൽ 12 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭാ പരിധിയിൽ 4 പേർക്കും, ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 3 പേർക്കും, ദേവികുളങ്ങര, കൃഷ്ണപുരം പഞ്ചായത്തുകളിൽ 2 പേർക്കും, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരാൾക്കും രോഗം ബാധിച്ചു. അതേസമയം മണ്ഡലത്തിൽ 9 പേർക്ക് രോഗം ഭേദമായി. കായംകുളം മണ്ഡലത്തിൽ 12 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭാ പരിധിയിൽ 4 പേർക്കും, ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 3 പേർക്കും, ദേവികുളങ്ങര, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിൽ 2 പേർക്കും, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരാൾക്കും രോഗം ബാധിച്ചു. അതേസമയം മണ്ഡലത്തിൽ 9 പേർക്ക് രോഗം ഭേദമായി. കായംകുളം നഗരസഭാ പരിധിയിൽ 5 പേർക്കും, ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്കും, പത്തിയൂർ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിൽ ഒരാൾക്കും രോഗമുക്തിയുണ്ടായി. മണ്ഡലത്തിലാകെ 4,436 പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധിച്ചത്. 4,123 പേർക്ക് രോഗം ഭേദമായി. 269 പേർ ചികിത്സയിലാണ്. മണ്ഡലത്തിൽ ഇതുവരെ 44 പേർ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 7,258 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 189 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 920 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലുണ്ട്. വൈറസ് ബാധിച്ച് വീടുകളിൽ ഐസൊലേഷനിലുള്ളത് 2,772 പേരാണ്.
കരിയിലക്കുളങ്ങരയിൽ വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കി സമീപത്തിരുന്ന കമ്പിപ്പാര ഉപയോഗിച്ച് വാതിൽ കുത്തി തുറന്ന് പണം കവർന്നു. കരിയിലക്കുളങ്ങര കിഴക്ക് കളീക്കൽ സുഗുണന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കരിയിലക്കുളങ്ങരയിൽ വീട്ടിൽ ആളില്ലാത്ത സമയം വീടിന്റെ സമീപത്തിരുന്ന കമ്പിപ്പാര ഉപയോഗിച്ച് വാതിൽ കുത്തി തുറന്ന് പണം കവരുകയായിരുന്നു. കരിയിലക്കുളങ്ങര കിഴക്ക് കളീക്കൽ വീട്ടിൽ സുഗുണന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞാനേ വീട്ടിലില്ലായിരുന്നു. ഇന്നലെ പെങ്ങളടുത്ത് അങ്ങ് താമസിക്കേണ്ടതായിട്ട് വന്നു. അവിടെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് കതവ് തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടതും എനിക്ക് സംശയം തോന്നി. പ്രവേശത്ത് വന്നപ്പോൾ എൻ്റെ പണിസാധനം തന്നെ എടുത്ത് കുത്തി തുറന്നതായിട്ട് എനിക്ക് തോന്നിയത്. മേശയ്ക്കകത്ത് ഉള്ള പൈസയും എടുത്തിട്ട് സ്വർണ്ണം ഉണ്ടായിരുന്നു, അതാരും കവർന്നിട്ടില്ല. 5000-ന് മേളിൽ പണി ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന കൊണ്ട് വെക്കുന്നതാ. അങ്ങനെ സംഭവിച്ചതാണിത്. സ്വർണത്തിന്റെ പുറത്ത് മാസ്കും ഒരു തൂവാലയും കിടന്നുകൊണ്ട് സ്വർണം കണ്ടില്ല. 2 ദിവസം മുമ്പ് സുഗുണനും കുടുംബവും ബന്ധുവീട്ടിലായിരുന്നു. തിരികെ വീട്ടിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മോഷ്ടാവ് വീടിന്റെ മുൻവാതിൽ കുത്തി തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നപ്പോൾ അടുക്കള വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറി മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നതായാണ് കണ്ടെത്തിയത്. ഇതിന് തൊട്ടടുത്ത് തന്നെ സ്വർണം ഉണ്ടായിരുന്നുവെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് മോഷ്ടാവിന്റെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാണ് നഷ്ടമാകാതെ ഇരുന്നതെന്ന് കരുതുന്നു. വീടിന്റെ ഇറയത്തിരുന്ന കമ്പിപ്പാര ഉപയോഗിച്ചാണ് മോഷ്ടാവ് അടുക്കള വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയതെന്ന് സുഗുണൻ പറയുന്നു. കരിയിലക്കുളങ്ങര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. CDNet ന്യൂസ്, കരിയിലക്കുളങ്ങര. കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സാഗ കലാപ്രവർത്തക സംഘത്തിന്റെ നേതൃത്വത്തിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. കൃഷ്ണപുരം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയായ ശങ്കർ സ്മാരകത്തിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ നേമം പുഷ്പരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സാഗ കലാപ്രവർത്തക സംഘത്തിന്റെ നേതൃത്വത്തിൽ ചിത്രപ്രദർശനം ആരംഭിച്ചു. കൃഷ്ണപുരം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയായ ശങ്കർ സ്മാരകത്തിലാണ് ചിത്രപ്രദർശനം ആരംഭിച്ചത്. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ നേമം പുഷ്പരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ചിത്രകലാരംഗങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ച 22 ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ 22 ചിത്രങ്ങൾ കാഴ്ചക്കാരിൽ ചിന്തയും സാമൂഹ്യബോധവും ഉണർത്തുന്നു. സാഗ കലാപ്രവർത്തക കൂട്ടായ്മ പ്രസിഡന്റ് G. ഉണ്ണികൃഷ്ണൻ, പ്രണവം ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകുന്നു. G. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഭദ്രൻ കാർത്തിക സ്വാഗതം രേഖപ്പെടുത്തി. സെക്രട്ടറി ഷമീർ ഹരിപ്പാട്, പ്രേംജിത്ത് കായംകുളം, പ്രണവം ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി കലാപ്രവർത്തകർ പങ്കെടുത്തു. അതൊരു പ്രാഥമികമായ ഒരു കാര്യമാണ്. കലാകാരന്മാർക്കും അത് ആവശ്യം തന്നെയാണ്. കലാകാരന്മാർ എപ്പോഴും അന്തർമുഖത്തെ കൊണ്ടുവരാണ്. ഈ പുറമേ ഒന്നും പറയാതെ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുക, ഇത് സഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ചിത്രകാരന്മാരും ശില്പികളും ചെയ്യാറുള്ളത്. തിരിച്ച് ഇത്തരത്തിൽ ഒരു നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് നേടേണ്ടതൊക്കെ നേടിയെടുക്കാനും ഒക്കെ കഴിയുന്നത് കൂട്ടായ്മ തന്നെയാണ്, സംശയമൊന്നുമില്ല. നമ്മളിപ്പോൾ അക്കാദമിക് ക്യാമ്പ് നടത്തുന്നതിൻ്റെ തന്നെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പരസ്പരം അറിയുവാനും അവരവർക്കുള്ള കഴിവുകൾ കുറേയെങ്കിലും മറ്റുള്ളവരിലേക്ക് പകരാനും ഒക്കെ തന്നെയാണ്. പല സങ്കേതങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ കഴിയും. CDNet ന്യൂസ്, കൃഷ്ണപുരം. ജില്ലയിൽ തന്നെ ആദ്യമായി കാന്താരി ഗ്രാമം എന്ന വ്യത്യസ്തവും അതിനൂതന കാർഷിക സംരംഭവും തുടങ്ങി. ഓണാട്ടുകരയുടെ കാർഷിക പാരമ്പര്യത്തിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കുവാൻ മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം കർഷകരും യുവാക്കളും. കൃഷ്ണപുരത്താണ് ഏറെ വ്യത്യസ്തമാർന്ന കാന്താരി ഗ്രാമം തുടക്കം കുറിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ആദ്യമായി കാന്താരി ഗ്രാമം എന്ന വ്യത്യസ്തവും അതിനൂതന കാർഷിക സംരംഭവും തുടങ്ങി ഓണാട്ടുകരയുടെ കാർഷിക പാരമ്പര്യത്തിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കുവാൻ മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം കർഷകരും യുവാക്കളും. കാർഷിക വൃത്തിക്ക് പേരും പെരുമയും കേട്ട ജില്ലയുടെ തെക്കൻ പഞ്ചായത്തായ കൃഷ്ണപുരത്താണ് ഏറെ വ്യത്യസ്തമാർന്ന കാന്താരി ഗ്രാമം എന്ന കാർഷിക രീതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. 8ാം വാർഡിലെ മാവനാൽക്കുറ്റിയിൽ ജയൻ എന്ന കർഷകനാണ് കാന്താരി ഗ്രാമം പദ്ധതിക്ക് പിന്നിൽ. 8 ഏക്കറോളം വസ്തു പാട്ടത്തിനെടുത്താണ് കാന്താരി ഗ്രാമം ഇവിടെ സൃഷ്ടിക്കുന്നത്. 2.5 ഏക്കറിൽ നല്ല ഗുണമേന്മയാർന്ന കാന്താരി തൈകൾ വളർന്നിരിക്കുന്നു. 4000-ഓളം കാന്താരി ചെടികൾ ഇവിടെ നട്ടുകഴിഞ്ഞിരിക്കുന്നു. വയനാട്ടിൽ നിന്നും ജയന്റെ സുഹൃത്തുക്കളായ 3 പേർ കൃഷിയിടത്തിൽ ഏറുമാടം കെട്ടി താമസിച്ചാണ് കൃഷി പരിപാലിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ കാന്താരി ഗ്രാമം എന്ന കൃഷിരീതി ആദ്യമായിട്ടാണെന്നും കൃഷ്ണപുരത്ത് ഇത് വിജയകരമായി നടപ്പാക്കി ഓണാട്ടുകരയുടെ കാർഷിക പാരമ്പര്യത്തിന്റെ പുത്തൻ അധ്യയനത്തിന് തുടക്കം കുറിക്കുന്നതിൽ കർഷകരെ അഭിനന്ദിക്കുന്നതായി കൃഷ്ണപുരം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു പറഞ്ഞു. 8 ഏക്കറോളം വരുന്ന പ്രദേശത്ത് കാന്താരി ഗ്രാമം എന്ന രൂപത്തിൽ കാന്താരി കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കാർഷിക നയമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ജയൻ എന്ന് പറയുന്ന കർഷകനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ കാർഷിക വികസന നയത്തിൻ്റെ ഭാഗമായി സുഭിക്ഷ കേരളം പദ്ധതി ഈ കേരളത്തിലാകെ കാർഷിക മേന്മയ്ക്ക് വേണ്ടി നടപ്പിലാക്കുന്നു. ആ പദ്ധതിയുടെ എല്ലാം ഭാഗമായിട്ടാണ് കൂടുതൽ ജനങ്ങൾ ഇന്ന് കാർഷിക രംഗത്തേക്ക് കടന്നു വരികയാണ്. വകുപ്പുകളുമായി ചേർന്ന് കൃഷിക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
കാന്താരിയുടെ വിത്തുപാകൽ, മുളപ്പിക്കൽ, പറിച്ചുനടിയിൽ, വളപ്രയോഗം, കീടനിയന്ത്രണം എന്നിവയിലെല്ലാം തന്നെ വ്യത്യസ്തത ഉണ്ട്. ഇപ്പം നമ്മളിവിടെ ഒരു പാട്ടത്തിന് കൃഷി ഓഫീസർ ധനലക്ഷ്മി മേഡവും അന്നത്തെ ഇവിടുത്തെ മെമ്പർമാരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു പ്ലാൻ രൂപീകരിക്കുകയും ഇവിടെ കാന്താരി കൃഷി എന്നുള്ള നിലയിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്തു. ഒരു പ്ലാൻ രൂപീകരിച്ച് അത് ഗവൺമെൻറ്റിന് സമർപ്പിച്ച് അപ്പം ജയൻ്റെ സുഹൃത്തുക്കളായ 2 പേർ വയനാട്ടിൽ നിന്ന് എത്തുകയും ചെയ്തു. ഇത്രയും വരെ നമ്മൾ 20-25 ദിവസമായിട്ട് ഇവിടെ ചെടികൾ നടുകയും അതൊക്കെ എടുത്ത് വരികയെല്ലാം ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും കൊണ്ടുവന്ന പ്രത്യേക ഇനം കാന്താരി വിത്ത് മുളപ്പിച്ചാണ് കൃഷി നടത്തുന്നത്. വളക്കൂട്ടുകളും ഏറെ വ്യത്യസ്തമായിരിക്കുന്നു. പച്ചിലകളും ചാണകം സ്ലറിയാക്കിയതുമാണ് വളപ്രയോഗത്തിൽ ഉപയോഗിക്കുന്നത്. 2 നേരവും നനയ്ക്കും. കാന്താരി കൃഷി വരുമാനവും സമൂഹത്തിൽ ആരോഗ്യരംഗത്തും പുതിയ വിപ്ലവം സൃഷ്ടിക്കുമെന്നും കർഷകർ പറയുന്നു. നമ്മളിവിടെ ആലപ്പുഴ ജില്ലയിൽ കാന്താരി കൃഷിയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 4000 തൈയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ 2 മാസത്തോളമായി ഇവിടെ വന്നിട്ട് അപ്പോൾ അതിൻ്റെ വിത്തുകളൊക്കെ ഇട്ടിപ്പോൾ നല്ലപോലെ മുളച്ച് വരുന്നുണ്ട്. അപ്പം മണ്ണിൻ്റെ ചെറിയൊരു വിഷയമുണ്ട്. എന്നാലും കാന്താരി മുളക് എല്ലാവരും കഴിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒപ്പം കാന്താരി മുളക് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. ഒരുപാട് രോഗങ്ങൾക്ക് ക്യാൻസർ അടക്കം മാറാനുള്ളൊരു മരുന്നാണ് യഥാർത്ഥത്തിൽ കാന്താരി. അപ്പോൾ കാന്താരിയുടെ യഥാർത്ഥത്തിലുള്ള ഉപയോഗങ്ങൾ അറിയാണ്ടാണ് എല്ലാവരും ഇത് കഴിക്കുന്നത്. സത്യത്തിൽ ഇത് പച്ചക്കാണ് കഴിക്കേണ്ടത്. കാന്താരി മുളക് നുള്ളിയെടുക്കുക, ഉപ്പ് വരെ കൂട്ടാണ്ട് വേണം നമ്മൾ കടിച്ചത് തിന്നാൻ. അപ്പോൾ അതിൻ്റെ എരിവിലാണ് നമ്മളെ ശരീരത്തിൽ എരിവിനെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് ഈ ക്യാൻസർ അതേപോലെ കൊളസ്ട്രോളൊക്കെ കത്തിപ്പോകുന്നത്. അപ്പോൾ കാന്താരി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് തന്നെ സാധാരണ എല്ലാവർക്കും അറിയുന്നില്ല. അപ്പം ഇത് ലോകമെമ്പാടും കാന്താരി മുളകിൻ്റെ ഗുണങ്ങളും അതിൻ്റെ വിപണന രീതികളും അതിൻ്റെ ഉൽപ്പാദനവും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളിവിടെ കൃഷി ആരംഭിച്ചിട്ടുള്ളത്. കാന്താരിക്ക് പുറമെ ബീറ്റ്റൂട്ട്, കൈതച്ചക്ക, ജമന്തി, ചീര, ഇടവിള കൃഷി എന്നിവയും ഇവിടെ ചെയ്യുന്നതായി കൃഷി നടത്തുന്ന ജയൻ പറയുന്നു. NREGയിലെ 75ഓളം വനിതകളായ തൊഴിലാളികളാണ് കൃഷിപ്പണികൾ നടത്തുന്നത്. ഇതിലൂടെ തൊഴിൽ ലഭ്യതയും ഇവിടെ ഉറപ്പുവരുത്തുന്നു. ജൈവ കാർഷിക രീതിയിലാണ് കാന്താരി ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു, ബ്ലോക്ക് മെമ്പർ ശ്രീജി പ്രകാശ്, വാർഡ് മെമ്പർ സഹദേവൻ, അമീർ, ഷുക്കൂർ, രജനി എന്നിവർ കൃഷിയിടം സന്ദർശിച്ചു. സീഡ്നെറ്റ് ന്യൂസ്, കൃഷ്ണപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. സുനാമി ദുരന്തത്തിന്റെ 16ാം വാർഷികം ശനിയാഴ്ച കടൽക്കലിക്കിരയായ ആറാട്ടുപുഴയിൽ വിവിധ സംഘടനകൾ അനുസ്മരണ ചടങ്ങുകൾ നടത്തും. പ്രത്യാശയുടെ സന്ദേശവുമായി എത്തിയ ക്രിസ്മസിനെ നാട് വരവേറ്റു. എല്ലാ ദുഃഖങ്ങൾക്കും ഇടവേള നൽകി കോവിഡിന്റെ പരിധിയിലും വിശ്വാസികൾ ആഘോഷിച്ചു. കോൺഗ്രസ് നേതാവും മുൻ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന പത്തിയൂർ നാസർ അന്തരിച്ചു. ഖബറടക്കം ശനിയാഴ്ച. കായംകുളം മണ്ഡലത്തിൽ 12 പേർക്ക് കോവിഡ്. കായംകുളം നഗരസഭാ പരിധിയിൽ 4 പേർക്കും ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 3 പേർക്കും രോഗം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.